ഹായ്, ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. ഇന്ന് നമ്മൾ ഓൾ ഇന്ത്യ ആയുഷ് PG എൻട്രൻസ് ടെസ്റ്റ് 2025 AEA PGET 2025 എഴുതുന്ന ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള ഏതാനും ടിപ്സാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളുടെ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം AEPGT 25 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. മെയ് 9 നോട്ടിഫിക്കേഷൻ വന്നു. അന്നു മുതൽ മെയ് 9 മുതൽ ജൂൺ 8 വരെ, ജൂൺ 8 രാത്രി 11:50 വരെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ഓർക്കുക, ഓൺലൈനായിട്ട് മാത്രമേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഒരു പ്രാവശ്യം മാത്രമേ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പാടുള്ളൂ. ഒന്നിലധികം ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയാണെങ്കിൽ അത് പിന്നീട് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഫീസ് റെമിറ്റ് ചെയ്യുന്നതിന്, ഓൺലൈനായിട്ട് റെമിറ്റ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഒരു ദിവസം കൂടി, അതായത് ജൂൺ 8 രാത്രി 11:50 വരെയാണ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടി, അതായത് ജൂൺ 9 രാത്രി 11:50 വരെ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി ഫീസ് റെമിറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനറൽ കാൻഡിഡേറ്റ്സിന് 2700 രൂപയും EWS OBC കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് 2450 രൂപയും, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, തേർഡ് ജെൻഡർ കാറ്റഗറിയിൽ വരുന്നവർക്ക് 1800 രൂപയുമാണ് ഫീസായിട്ട് റെമിറ്റ് ചെയ്യേണ്ടത്. ഒരിക്കൽ റെമിറ്റ് ചെയ്ത ഫീസ് യാതൊരു കാരണവശാലും അവർ റീഫണ്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എലിജിബിളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഫീസ് റെമിറ്റ് ചെയ്യാവൂ. ഫീസ് റെമിറ്റ് ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഒരു ദിവസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ 8 സമർപ്പിക്കുന്ന ആപ്ലിക്കേഷൻ 8, 9, 10 തീയതികളിൽ ആപ്ലിക്കേഷൻ്റെ കറക്ഷന് വേണ്ടിയുള്ളതാണ്. 10 വരെ കറക്റ്റ് ചെയ്യാൻ കഴിയും. ഇൻഫർമേഷൻ ബ്രോഷറിൽ പറയുന്നത് പോലെ അഡ്മിറ്റ് കാർഡ് ജൂൺ 30 നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത്. ജൂൺ 30 മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ജൂലൈ 4 എക്സാം. നമ്മളുടെ സെൻറ്റർ എവിടെയായിരിക്കും എന്ന് അറിയാനുള്ള അതിൻ്റെ സൈറ്റിൽ കിട്ടുന്ന ഡേറ്റ് ജൂൺ 24 മുതലാണ്. കേരളത്തിൽ 5 സെൻറ്ററുകളാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, ഇത്രയും സെൻറ്ററുകളാണ് കേരളത്തിലുള്ളത്. ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റ്സും അതോടൊപ്പം തന്നെ സ്കാൻ ചെയ്ത് അയക്കുവാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻകംപ്ലീറ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുമായിട്ടോ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കുന്നതല്ല. അതുപോലെ തന്നെ ധാരാളം ഡോക്ടർമാരും ഇല്ലെങ്കിൽ ഇൻറ്റേണീസുമൊക്കെ ചോദിക്കുന്നത് ഒരു കാര്യമുണ്ട്. എന്നുവരെ ഉള്ളവർക്കാണ്, എന്നുവരെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവർക്കാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള എലിജിബിലിറ്റി. അക്കാര്യം കൃത്യമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിട്ടുണ്ട്. ജൂൺ 30 ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക്, ജൂൺ 30 ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആപ്ലിക്കേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല. ഓൾ ഇന്ത്യ ആയുഷ് കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് മാത്രം ജൂൺ 30 ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജൂൺ 15 ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ബാച്ചുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ടെസ്റ്റ് എഴുതാൻ കഴിയുന്നതാണ്, അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്, എഴുതാവുന്നതാണ്. ജൂൺ 30 വരെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാകുന്നവർക്കെല്ലാം അവരുടെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൗൺസിലിംഗ് സമയത്ത് ഹാജരാക്കിയാൽ മതിയാകുന്നതാണ്. അവർക്കും പരീക്ഷ എഴുതാവുന്നതാണ്. എക്സാമിനേഷനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 2 മണിക്കൂർ 120 ചോദ്യങ്ങൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷനാണ്. 120 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 2 മണിക്കൂറായിരിക്കും പരീക്ഷ സമയം അനുവദിച്ചിട്ടുള്ളത്.
കറക്റ്റ് കറക്റ്റ് ഉത്തരങ്ങൾക്ക് 4 മാർക്കും പ്ലസ് 4 മാർക്കും, ഇൻകറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്ന ആൻസേഴ്സിന് -1 മാർക്കും. അപ്പോൾ ആകെ എല്ലാ ചോദ്യങ്ങൾക്കും ചേർത്ത് 480 മാർക്കാണ് മാക്സിമം മാർക്ക്. 4 മാർക്കാണ് പ്ലസ് 4 മാർക്കാണ് കറക്റ്റ് ആൻസേഴ്സിന് കിട്ടുന്നത്. തെറ്റായ ഉത്തരങ്ങൾക്ക് -1 മാർക്കാണ്. അറ്റംപ്റ്റ് ചെയ്യാത്ത ചോദ്യത്തിന് 0 മാർക്സ് ആയിരിക്കും, അതായത് അതിന് നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതാണ് പരീക്ഷയുടെ ഒരു പൊതു സ്വഭാവം. കഴിഞ്ഞ 2024 ചോദ്യപേപ്പർ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വിഷയങ്ങൾക്കും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് ഏകദേശം ഒരു സൂചനയായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സൂചന നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി പറയുന്നില്ല. BHMS സിലബസിൽ നിന്നുള്ള 120 ചോദ്യങ്ങൾ MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. എങ്കിലും കഴിഞ്ഞകാല PSC പരീക്ഷകളുടെ കഴിഞ്ഞകാല AIPGT എക്സാമിൻ്റെ ചോദ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം 60 മാർക്ക് ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്കും 60 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകളിൽ നിന്നുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അതേ പാറ്റേൺ തന്നെ, ഏകദേശം അതേ പാറ്റേൺ തന്നെ, 1-2 മാർക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പോലും ഏകദേശം അതുപോലൊരു പാറ്റേൺ ആയിരിക്കും AIPGT 2025 ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഹോമിയോപ്പതി സബ്ജക്റ്റുകളിലെ 60 മാർക്ക് എന്ന് പറയുമ്പോൾ മെറ്റീരിയ മെഡിക്കയ്ക്ക് 16 മാർക്ക്, ഓർഗനോൺ ഓഫ് മെഡിസിന് 16 മാർക്ക്, റെപ്പർട്ടറിക്ക് 16 മാർക്ക്, ഹോമിയോപ്പതി ഫാർമസി 12 മാർക്ക്. അപ്പോൾ ഹോമിയോപ്പതി മെറ്റീരിയ മെഡിക്ക 16, ഓർഗനോൺ ഓഫ് മെഡിസിൻ 16, റെപ്പർട്ടറി 16, ഹോമിയോപ്പതി ഫാർമസി 12. അങ്ങനെയാണ് ഹോമിയോപ്പതി സബ്ജക്റ്റുകളുടെ 60 മാർക്കിൻ്റെ ഡിവിഷൻ. വീണ്ടും നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ മാർക്ക് പ്രാക്ടീസ് ഓഫ് മെഡിസിനാണ്, അതും 16 മാർക്കാണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിന് 9 മാർക്കും, സർജറി 8 മാർക്ക്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 8 മാർക്ക്, പതോളജി, ഫിസിയോളജി, അനാറ്റമി 5 മാർക്ക് വീതം. ഒരിക്കൽ കൂടി പറയാം, പ്രാക്ടീസ് മെഡിസിൻ 16, കമ്മ്യൂണിറ്റി മെഡിസിൻ 9, സർജറി 8, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 8, അനാറ്റമി, ഫിസിയോളജി, പതോളജി 5 വീതം, ഫോറൻസിക് മെഡിസിൻ 4. ഈ രീതിയിലാണ് നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകളിലെ 60 മാർക്കിൻ്റെ ഡിവിഷൻ. ഇത്തരത്തിൽ 60 മാർക്കുകൾ വീതം 120 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ 2 മണിക്കൂർ സമയത്തുള്ള AIPGTയുടെ പരീക്ഷയിലുണ്ടാകുക. 120 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, അത് 480 മാർക്ക് ടോട്ടൽ. 4 മാർക്ക് കറക്റ്റ് ആൻസറിന്, 1 മാർക്ക് നെഗറ്റീവ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ജൂലൈ 4 നടക്കുന്ന AIPGTയുടെ ഒരു പാറ്റേൺ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തി ആദ്യത്തെ ഒരു 100, 150, 200 മാർക്ക് റാങ്കിനകത്ത് എത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വർഷത്തെ PG എൻട്രൻസിന് അഡ്മിഷൻ ഉറപ്പാക്കാൻ കഴിയും. എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് ഈ പറഞ്ഞ റാങ്കിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് ചോദ്യപേപ്പറിൻ്റെ രീതി മനസ്സിലാക്കിയിട്ട് മാത്രമേ, അതായത് എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാര്യം താരതമ്യേന ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ റാങ്ക് താഴേക്ക് വരികയും താരതമ്യേന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് ഉയർന്ന മാർക്കിലേക്ക് പോവുകയും ചെയ്യും റാങ്ക് നിലവാരം ഫിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാൻ കഴിയും എന്ന് തന്നെയാണ് മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത്
കൃത്യമായ രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തി ഈ പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുക. AIPGT ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് PG നേടുക, PG അഡ്മിഷൻ നേടുക എന്നുള്ളത് പിന്നീട് നടക്കുന്ന മത്സര പരീക്ഷകൾക്ക് PSC പരീക്ഷയായാലും UPSC ആയാലും അതുപോലെയുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും ഒരു ചവിട്ടുപടിയാകും എന്നുള്ള കാര്യം മറക്കണ്ട. അതുകൊണ്ട് തന്നെ AIPGTക്ക് എല്ലാവരും തയ്യാറെടുക്കുക. പ്രത്യേകിച്ച് പ്രായപരിധിയോ പ്രത്യേകിച്ച് ഇത്ര പ്രാവശ്യമേ എഴുതാവൂ എന്നുള്ള നിബന്ധനയോ ഒന്നും തന്നെ AIPGTക്ക് ഇല്ല എന്നുള്ളത് പ്രത്യേകതയാണ്. അതുകൊണ്ട് ആർക്ക് വേണേലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ തയ്യാറെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹായ്.